തിരുവനന്തപുരം തൈക്കാട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ 19-കാരൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരാളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അലൻ എന്ന യുവാവാണ് കുത്തേറ്റു മരിച്ചത്. തൈക്കാട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ചിനിടെ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനെ തുടർന്നുണ്ടായ കൊലപാതകമാണ്. ഹെൽമറ്റ് കൊണ്ട് ശക്തമായ അലന്റെ തലയിൽ ഇടിക്കുകയും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയും ചെയ്തുവെന്നാണ് സാക്ഷിമൊഴി. അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ട് നൽകും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ദിസ്ന, വളരെ അതിക്രൂരമായ കൊലപാതകമാണ്. ഈ നെഞ്ചിൽ ഒരു കുത്താണ് ഉണ്ടായിരുന്നത്. ആ കുത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ളതാണ്. എന്തായാലും ദിസ്ന പറയൂ, നിലവിൽ ഇന്നത്തെ ഒരു സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? പ്രതികളുടെ വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മുറിവ് മാത്രമാണ് ഹൃദയത്തിൽ ഉണ്ടായത്. അതായത് വലിയ ഗാഢമായി തന്നെ മുറിവേറ്റിരുന്നു. അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അലന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 19 വയസ്സ് മാത്രമേ ഉള്ളൂ. 2 മാസത്തിന് ശേഷം പഠനത്തിനു വേണ്ടി വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ തൈക്കാടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ തർക്കത്തിനിടെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ചയിൽ മധ്യസ്ഥനായി അലൻ എത്തുന്നു എന്നത് തന്നെയാണ്. പിന്നീട് ഇരു സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നം ഇടപെടുവാൻ വേണ്ടി അലൻ എത്തുന്നു. പിന്നീട് അവിടെ നിന്നും വാക്ക് തർക്കമുണ്ടാകുന്നു. ആ വാക്ക് തർക്കത്തിനിടയിൽ ഉണ്ടായതാണ് ഇത്തരത്തിൽ പ്രകോപനപരമായി ഉണ്ടായ സംഭവമാണ് കത്തി കൊണ്ട് കുത്താൻ ഇടയായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാഗി, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ കത്തി ഇത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ആ മരകായുധം ഇവർ കരുതിയിരുന്നു എന്നത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടാതെ തന്നെ സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഈ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കാപ്പ കേസിലും മറ്റ് നിരവധി കേസുകളിലും പ്രതി ആയ അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള ഒരാളെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാക്ഷിമൊഴികളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അല്പസമയത്തിനകം ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കന്റോൺമെന്റ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. രാഗി, 18-കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന റിപ്പോർട്ട് ചെയ്യുന്നത്.